യുവത്വ ഹോർമോൺ അല്ലെ, യുവാക്കളിൽ മാത്രമേ ഉള്ളൂ, കുട്ടികളിൽ മാത്രമേ ഉള്ളൂ യുവത്വ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ യുവത്വ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഹോർമോണിനെയാണ്? ഉത്തരം തൈമോസിൻ. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കും. പ്രായപൂർത്തിയാകുമ്പം ചുരുങ്ങി ചെറുതാകും. ഇതിനെയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ പ്രായമുള്ള ആൾക്ക് തൈമസ് ഗ്രന്ഥി ഉണ്ടോ? ഇല്ല, ചുരുങ്ങി ചെറുതായി. ശൈശവമാണെങ്കിലോ തൈമസ് ഗ്രന്ഥി ഉണ്ട്. ശരീരത്തില് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ആരാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ലിംഫോസൈറ്റുകളെ പാകപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. അപ്പൊ ലിംഫോസൈറ്റ് നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നില്ലേ? ഈ ലിംഫോസൈറ്റുകളെ പാകപ്പെടുത്തുകയും പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ്? തൈമസ് ഗ്രന്ഥിയാണ്. കാര്യങ്ങളൊക്കെ പിടികിട്ടിയോ? തൈമസ് ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്തൊക്കെ ഓർക്കണം? ഇത് യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഇത് യുവത്വ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തൈമോസിൻ എന്നാണ് ഉൽപാദനം ഈ ഹോർമോണിന്റെ പേര്. ഇത് ശൈശവ കാലഘട്ടത്തിൽ വളരെ അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിക്കും. എന്നാലോ ഇത് പ്രായം ചെല്ലുമ്പോഴോ ഇത് ഒതുങ്ങി ചുരുങ്ങി കൂടി അനങ്ങാതെ ഒരിടത്തിരിക്കും. അപ്പോ ഇത് മാറലിന് പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഹോർമോണിന് പ്രത്യേകതയുണ്ട്. ഇത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സഹായിക്കുന്ന നമ്മുടെ ലിംഫോസൈറ്റിലെ ഈ ലിംഫോസൈറ്റിനെ ഇത് നിയന്ത്രിക്കുന്നു, ഇതിനെ പാകപ്പെടുത്തുന്നു, ഇതിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? തൈമസ് ഗ്രന്ഥിയാണ്. അപ്പൊ നോക്കിയേ, ഇത് കണ്ടോ, നമ്മുടെ തൊണ്ടയ്ക്കകത്താണ് തൈറോയിഡ് അല്ലെ, ഇവിടെ ഇങ്ങനെ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് തൈറോയിഡ്. അപ്പൊ ഇതാണ് മാറല്. മാറലിന് ബാക്കിലാണ് ഈ സാധനം. കണ്ടോ, നമ്മള് ഫിഗർ ബാക്കിലാന്ന് ഓർക്കണം, അല്ല അതിന്റെ നടുക്കിരിക്കുമെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കല്ലേ. മാറലിന് ബാക്കിലാണ്. കണ്ടോ, റൈറ്റിലും കൊണ്ട് ലെഫ്റ്റിലും കൊണ്ട് മാറലിന് ബാക്കിലാണ്. ഇവിടെയാണ് തൈമസ് ഗ്രന്ഥി വരുന്നത്. ഓക്കെ ആണ്. അപ്പോ തൈമസ് ഗ്രന്ഥി മാറലിന് പിന്നിലാണ്. അന്തസ്രാവി ഗ്രന്ഥിയാണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കും. വലുതാകുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങും. തൈമോസിനാണ് ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ടി എന്ന ലിംഫോസൈറ്റ്, എക്സാമിന് ചോദിച്ചു, ടി ലിംഫോസൈറ്റ് പാകപ്പെടുത്തുന്നത് ഏതാണ്? ടി ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ട്. ബി എന്ന് പറയുമ്പോൾ അസ്ഥികളാണ് പാകപ്പെടുത്തുന്നത്. ടി തൈമസ്, ബി ബോണ്. അപ്പൊ ടി ലിംഫോസൈറ്റ് പാകപ്പെടുത്തുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. എക്സാമിന്റെ ചോദ്യമായിരുന്നു, ടി ലിംഫോസൈറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ പാകപ്പെടുത്തുന്ന ആരാണ്, പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഉത്തരം തൈമസ് ഗ്രന്ഥി. ടി ഫോർ തൈമസ്. ക്ലിയർ ആണ്. അപ്പൊ ഇത് പഠിച്ചിട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് ഏതായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റിനെ പാകപ്പെടുത്തുന്നത് ഈ തൈമോസിൻ എന്ന ഹോർമോണാണ്. ക്ലിയർ ആണ്. തൈമോസിൻ എന്ന ഹോർമോണാണ് പാകപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാവർക്കും പോയിന്റുകളൊക്കെ ഓർത്തു പറയാൻ പറ്റുന്നുണ്ടോ? ഓർത്തു പറയാൻ പറ്റണം, എന്നാലേ നമുക്ക് ഗുണമുള്ളൂ അല്ലെ, നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, തൈമസ് ഗ്രന്ഥി മാറലിന് താഴെ ഇതെന്താണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. തൈമോസിൻ എന്നാണ് ഹോർമോണിന്റെ പേര്. ഇത് ശൈശവ കാലഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കും, എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങും. ഇത് നമ്മുടെ രോഗപ്രതിരോധത്തിനെയൊക്കെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ് ഇതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ എന്ത് ചെയ്യുന്നത്? പാകപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്നതൊക്കെ ടി ലിംഫോസൈറ്റിനെ ഈ തൈമസ് ഗ്രന്ഥിയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. യുവത്വ ഹോർമോൺ എന്ന പേര് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്ത ഗ്രന്ഥിയിലേക്ക് പോവുകയാണ്. ഈ ഗ്രന്ഥിയുടെ പേരാണ് അഡ്രീനൽ ഗ്രന്ഥി. അടുത്ത ഗ്രന്ഥി പഠിക്കാൻ റെഡിയാണോ? നീനു മനസ്സിലായി? ഓക്കെ. ദീപ പിടികിട്ടിയോ? ദീപ, രസ്ന പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ അടുത്ത ഗ്രന്ഥിയുടെ പേരെന്താണ്? അഡ്രീനൽ ഗ്രന്ഥി. രണ്ട് വൃക്കകൾ ഇതിന്റെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ പുറംഭാഗത്തിന്റെ പേര് കോർട്ടെക്സ് എന്നാണ്. അകത്തിന്റെ ഭാഗത്തിന്റെ പേര് മെഡുല എന്നാണ്. നോക്കിയേ, നമുക്ക് പയറുവിത്തുകൾ പോലെ രണ്ട് വൃക്കകളുണ്ട്. ഈ വൃക്കയ്ക്ക് മുകളിലാണ് എന്തുള്ളത്? അഡ്രീനൽ ഗ്രന്ഥി ഉള്ളത്. കണ്ടോ, ഈ രണ്ട് വൃക്കകൾക്കും മുകളിലാണ്. ഇത് ലെഫ്റ്റ് അഡ്രീനൽ, ഇത് റൈറ്റ് അഡ്രീനൽ. അപ്പോ വൃക്കകൾക്ക് മുകളില്, രണ്ട് വൃക്കയ്ക്കും മുകളിലായിട്ട് എന്തുണ്ട്? അഡ്രീനൽ ഗ്രന്ഥി ഉണ്ട്. അഡ്രീനൽ ഗ്രന്ഥി നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കാമെങ്കിൽ ഇതിന്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. പുറത്തെ വിളിക്കുന്ന പേര് കോർട്ടെക്സ്. അകം എന്ന് പറയുമ്പോൾ ഉൾഭാഗമാണ്. ഉൾഭാഗത്തെ വിളിക്കുന്ന പേര് മെഡുല എന്നാണ്. ഉൾഭാഗത്തെ വിളിക്കുന്ന പേരെന്തുവാ?
മെഡുല. അതെങ്ങനെ ഓർത്തു വെക്കും? ഒരെണ്ണം കോർട്ടെക്സ് ആണെന്നറിയാം, മറ്റേത് മെഡുലയാണെന്നറിയാം. അകമാണോ പുറമാണോ എങ്ങനെ ഓർക്കും? അപ്പൊ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മള് കാറൊക്കെ ആണെങ്കിൽ പുറത്തിട്ടേക്കുമല്ലേ, വീട്ടിനകത്ത് ഉള്ളിക്കയറ്റി വെച്ചേക്കുവാണോ? അല്ല. അപ്പൊ പുറത്തിട്ടേക്കുന്ന സാധനമാണ് കാറൊക്കെ. അപ്പൊ കോർട്ടെക്സ് അത് പുറത്ത് കിടക്കുന്ന സാധനമാണ്, പുറം ഭാഗമാണ് എന്ന് ഓർക്കുക. മെഡുല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? മെഡുല, മെഡലുകളൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് എറിയുവോ? ഇല്ല, നമ്മൾ എടുത്ത് അകത്ത് ഒരു ഷോക്കേഴ്സിനകത്തൊക്കെ വെച്ചേക്കും. ഒരാൾക്ക് മെഡലുകളൊക്കെ വീട്ടിൽ നമുക്ക് ട്രോഫിയും മെഡലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലാവരും കാണുന്ന പോലെ ഷോക്കേഴ്സിലൊക്കെ സൂക്ഷിച്ചു വെക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മെഡുല, മെഡലാണെങ്കിൽ അകത്ത്. കോർട്ടെക്സ്, കാറാണെങ്കിൽ വെളിയിൽ, പുറത്ത്. അപ്പൊ പുറം ഭാഗമാണ് കോർട്ടെക്സ്, അകംഭാഗമാണ് മെഡുല. അപ്പൊ എക്സാമിന് നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോകും ഇതിനകത്ത് ഏതാണ്. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ദീപ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ ഈ ഉൾഭാഗമായ മെഡുല. ഈ മെഡുല രണ്ട് സാധനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, രണ്ട് ഹോർമോൺസ്, എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും. എപ്പിനെഫ്രിൻ ഉണ്ട്, നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് വെച്ചാൽ അഡ്രിനാലിൻ ആണ്. നോർ എപ്പിനെഫ്രിൻ എന്ന് വെച്ചാൽ നോർ അഡ്രിനാലിൻ എന്നാണ്. അപ്പൊ എപ്പിനെഫ്രിൻ എന്ന് വെച്ചാൽ എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോ നമുക്ക് ഒന്നെങ്കിൽ പോരാടാം അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാൻ കഴിയുന്നു. അടിയന്തര ഘട്ടമാണ്. കൈ തീയിലോട്ട് വെച്ചു, പെട്ടെന്ന് പിൻവലിക്കണം കൈ അല്ലെ? അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എപ്പിനെഫ്രിൻ ആണ്. ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ്, പെട്ടെന്ന് ഓടിക്കോണം. അത് നമ്മളെ സഹായിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പതുക്കെ ഒരാളെ ഫോൺ വിളിച്ചൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ സമയമുണ്ടോ? ഇല്ല. നമുക്ക് അപ്പൊ എന്താണ് നമ്മുടെ യുക്തിക്ക് തോന്നുന്നത് അതേപോലെ വളരെ വേഗത്തിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ അങ്ങ് ചെയ്യുകയാണ്. അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതാണ്. ഒരു കള്ളൻ നമ്മളെ കുത്താൻ വരുന്നു, അപ്പോൾ നമ്മൾ എന്ത്, അതിന് യുക്തിക്ക് അനുസരിച്ച് നമ്മളങ്ങ് ചെയ്യുമല്ലേ? നമ്മൾ ഇറങ്ങി ഓടുന്നു അല്ലെങ്കിൽ അലറി കൂവുന്നു. ഇതൊക്കെ അഡ്രിനാലിനാണ് നമ്മളെ സഹായിക്കുന്നത്. ഇനി നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്താണ്? എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സാധനമാണ്. എപ്പിനെഫ്രിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഉൾഭാഗമാണ് മെഡുല. മെഡുല എന്ന് പറയുമ്പോൾ നമ്മൾ മെഡല് ഉള്ളിലാണ്, അകത്താണ് എന്ന് പഠിച്ചു. അപ്പൊ എപ്പിനെഫ്രിൻ അടിയന്തര സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മള് ആ ഒരു യുക്തി അനുസരിച്ച് വളരെ പെട്ടെന്ന് ഒന്നെങ്കിൽ പോരാടുന്നു അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുന്നു. ഏതാണ് നമുക്ക് നല്ലത് അതിനനുസരിച്ച് നമ്മൾ അങ്ങ് പ്രവർത്തിക്കുന്നു. അതിന് സഹായിക്കുന്നത് ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആണ്. നോർ എപ്പിനെഫ്രിൻ എന്ന് വെച്ചാൽ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ക്ലിയർ ആണോ? ഇത്രയും പിടി കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ രണ്ട് വൃക്കകൾക്ക് മുകളിലാണ് അഡ്രിനാലിൻ എന്ന് പിടികിട്ടി. അഡ്രിനാലിന്റെ പുറംഭാഗത്തിന്റെ പേര് കോർട്ടെക്സ് എന്നും അകംഭാഗം ഉൾഭാഗം മെഡുലയാണ് എന്നും പിടികിട്ടി. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. കോർട്ടെക്സ് എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കോർട്ടെക്സ്, കോറ് എന്ന് പേരിലെ കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. പുറംഭാഗമായ കോർട്ടെക്സ് 3 ഉൽപ്പാദിപ്പിക്കുന്നു: കോർട്ടിനോൾ, കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. ക്ലിയർ ആണ്? ഉൾഭാഗമായ മെഡുല, മെഡുല 2 അഡ്രിനാലിനും എപ്പി അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ എന്നുള്ളതാണ്. ഇനി അൽഡോസ്റ്റിറോൺ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, ലൈംഗിക ഹോർമോൺ ഉണ്ട്. ആസ്മ, സന്ധിവാതം ഇവയ്ക്ക് മരുന്നായിട്ടാണ് കോർട്ടിസോൾ ഉപയോഗിക്കുന്നത്. ആസ്മ വന്നു, സന്ധിവാതം വന്നു, അപ്പൊ മരുന്നായിട്ട് എന്ത് ഉപയോഗിക്കാം? കോർട്ടിസോൾ ഉപയോഗിക്കാം. മാംസ്യം, കൊഴുപ്പ് ഇവ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പൊ കോർട്ടിസോള് 2-3 കാര്യങ്ങൾ. ഒന്ന് ആസ്മ, സന്ധിവാതം. ആസ്മ, സന്ധിവാതം മരുന്നായി ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് ഇവ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. മാംസ്യം, കൊഴുപ്പ് ഇവ വിഘടിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? കോർട്ടിസോൾ ആണ്. ഇനി ശരീരത്തിലെ വീക്കം ഭയങ്കരമായിട്ട് അങ്ങ് വണ്ണിക്കുന്നു, അല്ലെങ്കിൽ അലർജി, നമ്മൾ തുമ്മിയൊക്കെ ചെയ്യത്തില്ലേ, അലർജി, ഇവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതും കോർട്ടിസോൾ ആണ്. അപ്പൊ കോർട്ടിസോളിന്റെ 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മാംസ്യം, കൊഴുപ്പ് ഇവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ,
ശരീരത്തിൽ വീക്കം, അലർജി ഇവ ഇല്ലാതാക്കൽ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ആസ്മ, സന്നിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ എന്തൊക്കെ ചെയ്യുന്നു? മാംസ്യം കൊഴുപ്പ് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആസ്മ, സന്ധിവാതം മരുന്ന്, ശരീരത്തിലെ വീക്കം, അലർജി ഇവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ. ക്ലിയർ ആണ്? ഇത് ഇത്രയുമാണ് കോർട്ടിസോൾ. ഇനി വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പോ വൃക്കയിൽ പ്രവർത്തിക്കുന്നു, എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ജലവും ലവണവും ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. രക്തസമ്മർദ്ദത്തെ ഇത് ക്രമീകരിക്കുന്നു. ബ്ലഡ് പ്രഷർ ഇല്ലേ? അപ്പൊ രക്തസമ്മർദ്ദം മനുഷ്യ ശരീരത്തിലെ ക്രമീകരിക്കുന്ന ഹോർമോൺ കൂടിയാണ് ആൽഡോസ്റ്റിറോൺ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ, നമുക്ക് പഠിക്കേണ്ടത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? ഇത് 2 വൃക്കകളുടെ മുകളിലാണ് എന്ന് ഓർക്കുക. ഇതിന് പുറംഭാഗമുണ്ട്, അകംഭാഗമുണ്ട്. പുറത്ത് കോർട്ടെക്സ്, അകത്ത് മെഡുല. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. ഇതിൽ കോർട്ടിസോളിന് കുറെ ഫങ്ഷൻസ് പറഞ്ഞു. വീക്കം, അലർജി, ആസ്മ, സന്ധിവാതം, പിന്നെ മാംസ്യം കൊഴുപ്പ് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ്, പ്രതിരോധ സിസ്റ്റം അല്ലെ, സിസ്റ്റത്തെ, കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു. ഇനി ആൽഡോസ്റ്റിറോണിനെ കുറിച്ച് പറഞ്ഞത് ജലലവണം സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു വൃക്കയിൽ പ്രവർത്തിച്ചിട്ട്. പിന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. രക്തസമ്മർദ്ദം ഇത് ക്രമീകരിക്കുന്നുണ്ട് ആൽഡോസ്റ്റിറോൺ. ഓക്കെയാണ്? ആൽഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ക്ലിയർ ആണ്? ഇനി നമുക്ക് അറിയേണ്ടത് ഈ ലൈംഗിക ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്തുവായിരിക്കും? ലൈംഗിക വളർച്ച അതിന്റെ ധർമ്മങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതായിരിക്കും. ലൈംഗിക വളർച്ച അതിന്റെ ധർമ്മങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയായിരിക്കും ലൈംഗിക ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അഡ്രിനാല് പറഞ്ഞില്ലേ, മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിനുമാണ്. അടിയന്തര ഹോർമോണാണ് അഡ്രിനാലിൻ. ഇനി നോർ അഡ്രിനാലിന് ഒരു പേരുണ്ട്, സർജിക്കൽ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് എക്സാമിന്റെ ചോദ്യം. നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നു. സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഇവിടെ അഡീഷണൽ പോയിന്റ് ആസ്മ അല്ലെ, സന്ധിവാതം ഇതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഈ 2 പോയിന്റ് ആണ് നമ്മൾ എക്സ്ട്രാ പറയുന്നത്. അപ്പൊ നോർ എപ്പിനെഫ്രിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, അഡ്രിനാലിൻ. നോർ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ അത് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നു. എന്നാൽ അഡ്രിനാലിൻ പേരെന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോടൊപ്പം ചേർക്കുന്നു. അടിയന്തര ഹോർമോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അടിയന്തര ഹോർമോൺ. ഓക്കെ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? എക്സാമിന്റെ ചോദ്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്നത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ ഗ്രന്ഥിയാണ്. അപ്പൊ അഡ്രിനാലിൻ മെഡുല്ലയില് എപ്പിനെഫ്രിനും അതുപോലെ തന്നെ നോർ എപ്പിനെഫ്രിനും ഉണ്ട്. അതാണ് നമുക്ക് പിന്തിരിഞ്ഞോടാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒക്കെ സഹായിക്കുന്നത്. നാഡീവ്യവസ്ഥ, അന്തസ്രാവ്യ വ്യവസ്ഥ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നാഡീവ്യവസ്ഥയാണെങ്കിലും അന്തസ്രാവ്യ വ്യവസ്ഥയാണെങ്കിലും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. അപ്പൊ ഇത് ഈ നാഡീവ്യവസ്ഥ അന്തസ്രാവ വ്യവസ്ഥ ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കുന്നതിനൊരു ഉദാഹരണമാണ്. അപ്പൊ നമ്മുടെ നാഡീവ്യവസ്ഥയാണെങ്കിലും അന്തസ്രാവ്യ വ്യവസ്ഥയാണെങ്കിലും ഒത്തുചേർന്ന് തുല്യമായി പ്രവർത്തിക്കുന്നു. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലെ നമ്മളൊരു പട്ടിയെ കണ്ടു, പട്ടിയെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നെഞ്ചിടിപ്പ് കൂടി, ഹൃദയമിടിപ്പ് കൂടി അല്ലെ, നമ്മുടെ ആമാശയത്തിന്റെ ഉൽപാദനം, ആമാശയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ സിമ്പത്തറ്റിക് വ്യവസ്ഥ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യവസ്ഥയും അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നു എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും നമ്മൾ പറയും. ജസ്റ്റ് ഒരു പട്ടിയെ കണ്ട കാര്യം ഓർക്കാമെങ്കിൽ എല്ലാം നമുക്ക് കിട്ടും. അപ്പോ ആ സിമ്പത്തറ്റിക് വ്യവസ്ഥ, ഒരു പട്ടിയെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടോട്ടൽ അനുഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് പേടിച്ചോടുന്നു, നമുക്ക് പെട്ടെന്നൊരു പ്രവർത്തനം നമുക്ക് തോന്നുകയാണ്. അത് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഇവർ രണ്ടും കൂടി സഹായിച്ചിട്ടാണ് അല്ലെ. എപ്പിനെഫ്രിൻ ആണ് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. നോറെപ്പിനെഫ്രിൻ ഈ എപ്പിനെഫ്രിനെ എന്ത് ചെയ്യുകയാണ്, സഹായിക്കുന്ന സാധനമാണ്. ഇവർ രണ്ടും കൂടിയാണ് അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പിന്തിരിഞ്ഞോടാനാണെങ്കിലും നമ്മൾ അതിനെ പ്രതിരോധിക്കാനാണെങ്കിലും ഒക്കെ സഹായിക്കുന്നത്
ഈ ഒരു അഡ്രിനാലിന്റെ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്ന മെഡില്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നീനു കിട്ടുന്നില്ലേ? ഇപ്പൊ കിട്ടുന്നില്ലേ നീനു? എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സെക്കൻഡ് ഒക്കെ വന്നിട്ട് സ്റ്റക്ക് പോലെ വന്നിട്ട് അങ്ങ് മാറുകയാണ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തില് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്രലിൻ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, രാവിലെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, അപ്പൊ ഒരു 10-12 മണി വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ പിടിച്ചിരിക്കും. 1 മണിയായിട്ട് ഇതൊന്നും കഴിച്ചില്ലേ വിശപ്പങ്ങ് തുടങ്ങും അല്ലേ? നമുക്ക് തന്നെ അങ്ങ് തല ഇറങ്ങുന്ന പോലെയൊക്കെ ഇങ്ങ് തോന്നാൻ തുടങ്ങും. നമുക്കങ്ങ് വിശക്കുന്നു, നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കുന്ന, ദാഹിക്കുന്നു എന്ന്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഗ്രലിൻ കാരണമാണ്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ ഗ്രലിൻ കാരണമാണ് നമുക്ക് വിശക്കാൻ തുടങ്ങുന്നത്. വിശപ്പ് അനുഭവപ്പെടുന്നത് ഗ്രലിനാണ്. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രിനാണ്. ആമാശയത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ വരുന്നില്ലേ? അപ്പൊ ഇതിന്റെ ദഹനരസങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഗ്യാസ്ട്രിനാണ്. ഇപ്പൊ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? ഗ്യാസ്ട്രിൻ. പാൻക്രിയാസിനെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആഗ്നേയഗ്രന്ഥി, മധുരഗ്രന്ഥി, പാൻക്രിയാസ്, ഇൻസുലിൻ, പിന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ആൽഫ കോശങ്ങൾ, ബീറ്റാ കോശങ്ങൾ, ഓർമ്മയുണ്ടോ പാൻക്രിയാസ് എന്ന് പറഞ്ഞപ്പോ? അപ്പൊ പാൻക്രിയാസിനെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു, ആമാശയത്തിൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് സെക്രീറ്റിൻ ആണ്. സെക്രീറ്റിൻ എന്ന ഹോർമോൺ ആണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കും, ആമാശയത്തിന്റെ ഉൽപാദനം കുറയ്ക്കും. ഇതേതാണ്? സെക്രീറ്റിൻ. അപ്പൊ ഗ്രലിൻ എന്ത് ചെയ്യും? ആമാശയത്തിൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. ആമാശയം ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതാകുമ്പോൾ ആമാശയത്തിലാണ് ഗ്രലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമുക്ക് വിശപ്പിന് കാരണമാകുന്നു. ഇനി ഗ്യാസ്ട്രിനോ? ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നതാണ് ഗ്യാസ്ട്രിൻ. എന്താണ് സെക്രീറ്റിൻ? പാൻക്രിയാസ് പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയത്തിലെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ. ആമാശയത്തിൽ ഉൽപാദനം കുറയ്ക്കും, പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. അപ്പൊ ഗ്രലിൻ എന്താണ്? ഗ്യാസ്ട്രിൻ എന്താണ്? സെക്രീറ്റിൻ എന്താണ്? പിടികിട്ടിയോ? ക്ലിയർ ആണോ? നീനു മനസ്സിലാകുന്നുണ്ടോ? നീനുവിന് അടുത്തത് നമ്മൾ പുതിയത് പഠിക്കാൻ പോവുകയാണ്, ജൈവ ഘടികാരം. അപ്പൊ നമ്മൾ തൈമസ് ഗ്രന്ഥി പഠിച്ചു, അഡ്രീനൽ പഠിച്ചു, ഗ്രലിൻ എന്താണ്, സെക്രീറ്റിൻ എന്താണ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ എന്താണ് പഠിച്ചു. ക്ലിയർ ആണോ? അപ്പൊ എന്റെ ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കിട്ടുന്നുണ്ടല്ലോ ദീപ? യുവത്വ ഹോർമോൺ എന്താണ്? പേരെല്ലാവർക്കും കമന്റ് ചെയ്യാം. തൈമോസിൻ. അടുത്ത ചോദ്യം, അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? പുറംഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? കോർട്ടെക്സ്. ഇനി ചോദ്യം, ഏതാണ് ആസ്മ സന്ധിവാതം ഇതിന് കുറയ്ക്കാൻ സഹായിക്കുന്നത്? ആസ്മ സന്ധിവാതം ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം എന്താണ്? കോർട്ടിസോൾ ആണ്. ക്ലിയർ അല്ലേ? കോർട്ടിസോൾ ആണ്. കോർട്ടെക്സ് ആണ് കോർട്ടിസോൾ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അടിയന്തര ഹോർമോൺ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ അഡ്രിനാലിനാണ്. എപ്പിനെഫ്രിൻ എന്നും പേരുണ്ട്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? നോർ അഡ്രിനാലിനാണ്. നോർ എപ്പിനെഫ്രിൻ എന്നും പേരുണ്ട്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഒരു പട്ടിയെ കണ്ടു, നമ്മളെ കടിക്കാൻ വന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞോടുന്നു. ഏത് ഹോർമോൺ കാരണമാണ്? അഡ്രിനാലിൻ കാരണമാണ് അല്ലെ? പെട്ടെന്ന് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഇതിനെ സഹായിക്കുന്നുണ്ട്, രണ്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്ന ഏത് ഹോർമോൺ ആണ്? ഗ്രലിൻ. ഗ്രലിൻ. സെക്രീറ്റിൻ എന്താണ്? ഗ്യാസ്ട്രിൻ എന്താണ്? ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടി. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കോർട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകൾ ഏതൊക്കെയാണ്? കോർട്ടിസോൾ നമ്മൾ പറഞ്ഞു, ലൈംഗിക ഹോർമോൺസ് ഉണ്ട്, ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന്. പിന്നീട് പറഞ്ഞത് എന്താണ്?
രണ്ടാമത്തത് എന്തിനു സഹായിക്കുന്നു? രണ്ട് ഫങ്ഷൻസ് പറഞ്ഞില്ലേ അൽഡോസ്റ്റിറോണിനെ കുറിച്ച് വൃക്കയില്. അപ്പൊ അതും കൂടി ഓർക്കുക. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ലവണ സന്തുലിതാവസ്ഥ, രക്തസമ്മർദ്ദം ക്രമീകരിക്കും. കോർട്ടിസോളിന്റെ 3-4 പറഞ്ഞു. ആസ്മ, സന്ധിവാതം പറഞ്ഞു. മാംസ്യം കൊഴുപ്പ്, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കൽ പറഞ്ഞു. ശരീരത്തിലെ വീക്കം, അലർജി പറഞ്ഞു. ലൈംഗിക ഹോർമോണിന്റെ കാര്യം കണ്ടു. മെഡില, എപ്പിനെഫ്രിൻ എന്ത്, നോറെപ്പിനെഫ്രിൻ എന്ത്. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലല്ലല്ലോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ജൈവ ഘടികാരത്തെ കുറിച്ച് പഠിക്കാം. ജൈവ ഘടികാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരമുണ്ട്, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നമ്മളൊരു ക്ലോക്ക് കൊണ്ടാണ് നമ്മൾ സമയം നോക്കുന്നത് അല്ലെ? ക്ലോക്കിലാണ് നമുക്ക് സമയം അറിയാൻ പറ്റുന്നത്. അപ്പോ ഈ സമയം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് സമയം നോക്കിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു സമയമുണ്ട്, അതാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്ന് പറയുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ജൈവ ഘടികാരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ്. എക്സാമിന് ചോദിച്ചു ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏത്? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയുടെ പേര് നിങ്ങൾക്കറിയാം, തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് നമ്മളിപ്പോ പഠിച്ചു, ചെറിയ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും ചെറുത് ഏതാ? ചെറിയ സാധനമാണ് പിന്ന് അല്ലെ? പിന്ന് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതല്ലേ, കുഞ്ഞു സാധനല്ലേ പിന്ന്. അപ്പൊ പിന്നാണ് ചെറുത്, പീനിയൽ ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥിയാണ് ചെറുത്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്ന സഹായിക്കുന്ന ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ, രാവിലെ എണീക്കുന്നു. ഇന്ന് നമ്മൾ 7 മണിക്ക് എണീറ്റു, ഒരാഴ്ച 7 മണിക്ക് എണീറ്റ് 8ാമത്തെ ദിവസം ഒരു അലാറം വേണ്ട, തന്നെ എണീറ്റിരിക്കും. അപ്പൊ 7 മണി ആയിരിക്കും അല്ലെ? നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരാൾക്ക് ഉച്ചയാകുമ്പോൾ ഓട്ടോമാറ്റിക് ഉറക്കം വരും. അതുപോലെയാണ് വിശപ്പ്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കഴിക്കുന്ന ഒരാൾക്ക് 8 മണിക്ക് വിശക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിക്കുന്ന ആൾക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ വിശപ്പങ്ങ് തുടങ്ങും. സമയം നമ്മൾ നോക്കണം എന്നില്ല, നമുക്ക് ആ ഒരു സമയം നമ്മുടെ ശരീരത്തിൽ അങ്ങ് സെറ്റ് ആക്കും, നമ്മൾ അങ്ങ് വിശക്കും. ഇനി നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലോ, ആ സമയത്ത് ബ്രെയിനൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കും, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കുട്ടികൾ. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ എല്ലാം നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഡെയിലി എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ബ്രെയിൻ അങ്ങ് സെറ്റ് ആക്കും. ബ്രെയിൻ ആണെങ്കിൽ നല്ല പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പങ്ക്ച്വൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെഡി ആയിട്ട് അങ്ങ് ഇരിക്കും. ഓക്കെയാണ്? ഫുഡ് ആണെങ്കിൽ ഫുഡ്, പഠിക്കാനാണെങ്കിൽ അതും റെഡി, ഇനി എണീക്കാനാണെങ്കിൽ അതും റെഡി, ഉറങ്ങാനാണെങ്കിൽ അതും ഓക്കെ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡെയിലി ജൈവ ഘടികാരം എന്ന് പറയുന്ന സാധനമാണ് അല്ലെ പീനിയൽ ഗ്രന്ഥി. ഈ സാധനമാണ് ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി എന്നോ പീനിയൽ ഗ്രന്ഥി എന്നോ പറയാം. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമമാണ് ഇത് നോക്കുന്നത്. ഉൽപാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺസ് ഉണ്ട്. മെലാട്ടോണിൻ. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായി വികസിച്ചിട്ടുള്ള ഒരു ജീവി വർഗമാണ് പക്ഷികൾ. പീനിയൽ ഗ്രന്ഥി ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു ജീവി ഏതാണ്? പക്ഷികളാണ്. പീനിയൽ ഗ്രന്ഥി ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് പക്ഷികൾക്കാണ്. മെലാട്ടോണിനും സെറാട്ടോണിനും ഉണ്ട് കേട്ടോ. അപ്പോ പീനിയൽ ഗ്രന്ഥിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീനിയൽ ഗ്രന്ഥിയിലുള്ള മെയിൻ ഹോർമോൺ ഏതാണ്? പീനിയൽ ഗ്രന്ഥിയിലുള്ള മെയിൻ ഹോർമോൺ മെലാട്ടോണിൻ. ഈ മെലാട്ടോണിനാണ് നമുക്ക് ഉറങ്ങാനൊക്കെ സഹായിക്കുന്നത്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നത് ഈ മെലാട്ടോണിനാണ്. ഉറക്കം, ഉണരൽ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ ഒരു മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? പീനിയൽ ഗ്രന്ഥി. ഇത് കണ്ടോ, മസ്തിഷ്കം. ഈ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അപ്പോ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ് പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി. മെലാട്ടോണിൻ ഉണ്ടാക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമമാണ് സഹായിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ, പകൽ സമയത്ത് മെലാട്ടോണിന്റെ ഉൽപാദനം കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നത്. രാത്രിയിൽ മെലാട്ടോണിന്റെ ഉൽപാദനം കൂടുതലാണ്, അതുകൊണ്ടാണ് രാത്രി കിടന്ന് നമ്മൾ ഉറങ്ങുന്നത്. മെലാട്ടോണിന്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. കാര്യം രാത്രിയിൽ ഉൽപാദനം കൂടുതൽ, അപ്പൊ നന്നായിട്ട് ഉറങ്ങും. രാവിലെ ഉൽപാദനം കുറവ്, അപ്പോൾ ഉറക്കം കുറയും. ക്ലിയർ ആണ്? ഇനി കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്.
ഇന്ന സമയത്തൊക്കെ കുഞ്ഞുണ്ടാകുന്ന പ്രജനന കാലഘട്ടം, ഇപ്പൊ ആമയൊക്കെ ഇന്ന സമയത്താണ് മുട്ടയൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ പ്രജനന കാലഘട്ടമുള്ള ജീവികളുണ്ട്. അതിൽ ലൈംഗിക ഹോർമോൺ, ലൈംഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഈ ഒരു പൈനിയൽ ഗ്രന്ഥിയിലെ മെലാട്ടോണിനാണ്. മെലാട്ടോണിനും സെറാട്ടോണിനും പീനിയൽ ഗ്രന്ഥിക്കുണ്ട്. അതിൽ മെലാട്ടോണിനാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്, ദൈനംദിന താളക്രമം ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? പീനിയൽ ഗ്രന്ഥിയുടെ മെലാട്ടോണിന. അപ്പൊ ഇത്രയും പിടികിട്ടിയോ? മെലാട്ടോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? പീനിയൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പോയിന്റ് മനസ്സിൽ വരണം? ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക്, ഏറ്റവും ചെറിയ ഗ്രന്ഥി, ചെറുതാണ്, ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു, ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. ഇനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണ് മെലാട്ടോണിനാണ്. മെലാട്ടോണിനാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമമൊക്കെ നോക്കുന്നത്. ഉറങ്ങാൻ സഹായിക്കുന്ന മെലാട്ടോണിനാണ്. രാത്രി ഇതിന്റെ ഉൽപാദനം കൂടുതലും, പകല് കുറവുമാണ്. ഇനി പ്രജനന കാലഘട്ടം കറക്റ്റ് ആയിട്ടുള്ള ജീവികളിലും ഈ മെലാട്ടോണിനാണ് ലൈംഗിക പ്രവർത്തനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ പീനിയൽ ഗ്രന്ഥിയെ കുറിച്ച്? പൈനിയൽ ഗ്രന്ഥി ക്ലിയർ ആണോ? മെലാട്ടോണിനും സെറാട്ടോണിനും മനസ്സിലായോ? ഓക്കെ. അപ്പോ എന്റെ ചോദ്യം, ഏതാണ് യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്? യുവത്വ ഹോർമോൺ ക്ലിയർ ആണ്? മെസ്സേജ് അയക്കണേ. അടുത്ത ചോദ്യം, നമ്മളുടെ വൃക്കയില് ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഏതാണ്? വൃക്കയുമായി പ്രവർത്തിച്ച് ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത്? സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏത്? ഇനി നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്തിന്റെ പേരെന്ത്? അടുത്ത ചോദ്യം, ഏതാണ് നമ്മുടെ സന്ധിവാതം, അലർജി ഇതിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ഉത്തരം എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു യുവത്വ ഹോർമോൺ തൈമോസിൻ, വൃക്കാജല ലവണ സന്തുലിതം അൽഡോസ്റ്റിറോൺ, അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ എന്ന് പറയാം. ഇത് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. ഇനി നമ്മളുടെ അഡ്രിനാലിന്റെ ഉൾഭാഗത്തിന്റെ പേര് മെഡുല്ല. സന്ധിവാതം, അലർജി അതെന്താണ്? അത് കോർട്ടിസോൾ. പ്രതിരോധത്തെ മന്ദീഭവിക്കുന്ന പ്രതിരോധ സിസ്റ്റം, അതൊക്കെ കോർട്ടിസോൾ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. മെലാട്ടോണിനും സെറാട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്നു. മാറലിന് താഴെ കാണപ്പെടുന്ന ഗ്രന്ഥിയുടെ പേരെന്ത്? മാറലിന് താഴെ. മസ്തിഷ്കത്തിൽ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയുടെ പേരെന്ത്? അങ്ങനെയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇനി വൃക്കയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയുടെ പേരെന്ത്? അപ്പൊ വൃക്കയ്ക്ക് മുകളിൽ ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥിയാണ്. മസ്തിഷ്കത്തിന് നടുക്ക് കാണപ്പെടുന്ന ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ടോ? ഗ്രലിനെ കുറിച്ച്, ഗ്യാസ്ട്രിനെ കുറിച്ച്, സെക്രീറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മുടെ മാറലിന് താഴെ നമ്മൾ ആദ്യം പഠിച്ച തൈമസ് ഗ്രന്ഥി മാറലിന് താഴെയാണ്, പിൻഭാഗത്താണ്. അപ്പൊ അതും എല്ലാം ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ബിഷപ്പ് ഗ്രലിനാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗ്രന്ഥിയിലേക്ക് പോകാം. ഈ ഗ്രന്ഥിയുടെ പേരാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നിങ്ങൾക്ക് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? തൈറോക്സിൻ, കാൽസിറ്റോണിൻ രണ്ടെണ്ണം ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോക്സിൻ, ഉപാപചയ പ്രവർത്തനങ്ങൾ, ബേസൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ, അല്ലെ? പിന്നെയോ ശൈശവം, വളർച്ച, ഭ്രൂണ വളർച്ച, ശൈശവ വളർച്ച, മസ്തിഷ്ക വളർച്ച, പിന്നെ അല്ലാണ്ടുള്ള വളർച്ച, ഇതൊക്കെ തൈറോക്സിനാണ്. കാൽസിറ്റോണിനോ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു. പാരാ തൈറോയ്ഡ് ഗ്രന്ഥി, പാരാതെർമോൺ ഈ അസ്ഥികളിൽ സംഭരിച്ച സാധനം രക്തത്തിലേക്ക് തിരിച്ചെടുക്കുന്നു, കാൽസ്യം രക്തത്തിലാക്കും. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. തൈറോയ്ഡ് ഗ്രന്ഥി കുട്ടികളില് ഹൈപ്പോ തൈറോയിഡിസം കുറവുന്നത്, കുട്ടികളിലാണെങ്കിൽ ക്രട്ടനിസം, മുതിർന്നവരിലാണെങ്കിൽ മിക്സഡിമ. തൈറോയിഡ് ഉൽപാദന അയഡിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഇനി എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം ആണ്, ഗ്രേവ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു.
അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് ഓർമ്മയുണ്ടല്ലോ? ഡൗട്ട് ഉണ്ടോ? പിന്നീട് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ചാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താണ്? അന്തസ്രാവ വ്യവസ്ഥ, എന്താണ് ഹോർമോണുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് മറ്റൊരു പേരുണ്ട്, പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മറ്റൊരു പേര് എന്താണ്? പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥി. മസ്തിഷ്കത്തില് ഹൈപ്പോതലാമസിന് താഴെയായിട്ട് 2 ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പൊ മസ്തിഷ്കം, നമ്മുടെ ഹൈപ്പോതലാമസ് കണ്ടോ, ഹൈപ്പോതലാമസിന് താഴെ 2 ദളങ്ങളുള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മുൻതളവും ഉണ്ട്, പിന്തളവും ഉണ്ട്. അപ്പോൾ ഹൈപ്പോതലാമസിന് താഴെ 2 ദളങ്ങളുള്ള ഗ്രന്ഥിയുടെ പേരാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. മുൻതളവും ഉണ്ട്, പിന്തളവും ഉണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ്, അതിന് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മുൻതളമുണ്ട്, പിന്തളമുണ്ട്. ക്ലിയർ ആണോ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് പീയൂഷ ഗ്രന്ഥി. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി, നമ്മുടെ വൃക്കയുടെ ആകൃതി പയർ വിത്തിന്റെ ഷേപ്പാണ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? ഒരു പയർ വിത്തിന്റെ ഷേപ്പാണ് ഇതിനുള്ളത്. ഇത് കണ്ടോ? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഈ കാണുന്നത്. ഈ ഹൈപ്പോതലാമസിന് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. അപ്പൊ ഇതിന്റെ ആകൃതി മുൻതളം, പിന്തളം ഉണ്ട്. ഇതിനൊരു പയർ വിത്തിന്റെ ആകൃതിയാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. രണ്ടും ചോദിക്കാറുണ്ട്, നായക ഗ്രന്ഥി ഏത്, മാസ്റ്റർ ഗ്ലാൻഡ് ഏത്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമില്ലേ, മുൻതളവും പിന്തളവും ഒക്കെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, മുൻതളം എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ, വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ. അപ്പോ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയുന്നു, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ACTH എന്ന് പറയുന്നു. ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ GTH എന്ന് വിളിക്കുന്നു. വളർച്ചാ ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിനുമുണ്ട്. ഇതാണ് മുൻതളം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ പിന്തളത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാണാം? പിന്തളത്തില് ഓക്സിറ്റോസിനുണ്ട്, വാസോപ്രസിനുണ്ട്. ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് പിന്തളത്തിൽ. ക്ലിയർ ആണ്? അപ്പൊ മുൻതളവും പിന്തളവും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. മുൻതളമാണ് വളർച്ചാ ഹോർമോൺ, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ, ഇതൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ മുലപ്പാൽ ഉണ്ടാക്കുന്നതാണ്. വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ ഒക്കെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണും ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ട്രോപ്പിക് ഹോർമോൺ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇതിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന, ഇതിന്റെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ആണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് നോക്കാം. മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന 5 ഹോർമോണുകളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേര് പോലെ തന്നെ TSH തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രീനൽ ഗ്രന്ഥിയിൽ എന്തുണ്ട്? കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പൊ 2 എണ്ണത്തിനെ ഉത്തേജിപ്പിച്ചു. ആദ്യം തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തേജിപ്പിച്ചു, ഇപ്പൊ കോർട്ടെക്സിനെ ഉത്തേജിപ്പിച്ചു. ഇനി ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. പുരുഷന്മാരുടെ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം ഇത് ഉത്തേജിപ്പിക്കുന്നു. അപ്പൊ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്ന് വെച്ചാൽ ലൈംഗിക ഹോർമോൺ ആണ്. പുരുഷനിലും സ്ത്രീയിലും അവരവരുടെ ലൈംഗിക ഹോർമോൺസുകൾ, ലൈംഗിക ഭാഗങ്ങളിലെ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കുന്നു. പുരുഷനിലാണെങ്കിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനമാണ്, സ്ത്രീകൾക്കാണെങ്കിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനമാണ് ഉത്തേജിപ്പിക്കുന്നത്. ഇനി വളർച്ചാ ഹോർമോൺ. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ.
ശരീര വളർച്ചയാണിത് ത്വരിതപ്പെടുത്തുന്നത്. ശരീരത്തിന്റെ വളർച്ച ഇത് ത്വരിതപ്പെടുത്തുന്നു. വളർച്ച വളരെ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പൊ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെറുതായിരുന്നു, 10ാം ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടെ വലുതു, +2 ആയപ്പോൾ കുറച്ചും കൂടെ വലുതായി, ഡിഗ്രി ആയപ്പോൾ കുറച്ചും കൂടെ വലുതായി. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു വളർച്ച ഇത് ത്വരിതപ്പെടുത്തുന്നു. പ്രോലാക്റ്റിൻ എന്ന് പറയുമ്പോൾ ലാ ഓർക്കുക, മുലപ്പാല്. അപ്പൊ പ്രോലാക്റ്റിൻ പാല്, പാലല്ലയോ, പാലില്ലായോ ഉണ്ടല്ലോ പ്രൊലാക്റ്റിനില്. അപ്പൊ മുലപ്പാലുമായി ബന്ധപ്പെട്ട മുലപ്പാലിന്റെ ഉൽപാദനം. അപ്പൊ നമ്മളെല്ലാവരും ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഭക്ഷണമാണ് മുലപ്പാൽ അല്ലെ. ഇത് പ്രൊലാക്റ്റിൻ ആണ് നമുക്ക് തന്നത്. അപ്പൊ ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മുൻതളം എന്തൊക്കെയുണ്ട്? 5 എണ്ണം ഉണ്ട് മുൻതളം. ഏതൊക്കെയാ? TSH. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം ഒന്ന് ഉത്തേജിപ്പിച്ചു. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അപ്പൊ ഇത് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ ഉൽപാദനം ഉത്തേജിപ്പിച്ചു. തൈറോയിഡുമായി അഡ്രീനൽ ഗ്രന്ഥിയുമായി. ഇനി ഗൊണാഡോട്രോപിക് ഹോർമോൺ. അപ്പൊ ഗൊണാഡോ എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയാണ്, പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണ്. ഇനി വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്. സൊമാറ്റോട്രോപ്പിൻ എന്നാണ് വിളിക്കുന്നത്. പ്രൊലാക്റ്റിൻ മുലപ്പാലിന്റെ ഉൽപാദനമാണ്. ക്ലിയർ ആണ്? ഇപ്പൊ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചോദിക്കാം, TSH എന്താണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനമാണിത് നിയന്ത്രിക്കുന്നത്. എങ്കിൽ എന്റെ ചോദ്യം എന്താണ് ACTH? അപ്പൊ അഡ്രിനൽ ഗ്രന്ഥി കോർട്ടെക്സ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ ആണ്, വളർച്ച നിയന്ത്രിക്കുകയാണ്. ഇനി ഏത് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ ചെയ്യുന്ന? പ്രൊലാക്റ്റിന്റെ ധർമ്മം മുലപ്പാൽ നിർമ്മാണമാണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ ലൈംഗിക ഹോർമോൺ ആണ്. അപ്പൊ എല്ലാം പിടികിട്ടിയില്ലേ? മുൻതളം ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? പെട്ടെന്ന് മറന്നു പോകും കേട്ടോ. ഈ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് അങ്ങ് മറക്കും. സംഭവം ക്ലാസ്സിൽ നന്നായി മനസ്സിലാകും, എഴുതി പഠിച്ചില്ലെങ്കിൽ മറന്നു പോകും. നിങ്ങളൊരു ചെറിയ ബുക്ക് എടുത്ത് നോട്ട് എഴുതി പഠിക്കുക. ഡെയിലി ഒരു 3-4 ദിവസം ഇത് ആവർത്തിച്ച് വായിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. പലതരം ഹോർമോണുകളും അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ അല്ലേ, കൺഫ്യൂഷൻ ആയിപ്പോ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നു. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അങ്ങ് ക്രമാതീതമായി കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ അമിതമായി അങ്ങ് വളരും, നമ്മളങ്ങ് ഭയങ്കര നീളമാകും. ഇത് ഈ അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ജിഗാൻഡിസം എന്ന് പറയും. എക്സാമിന് ഇംഗ്ലീഷിലെ പേരും ചോദിക്കാറുണ്ട്. ജിഗാൻഡിസം എന്താണ്? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം വളരെയധികം കൂടുന്നു, അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് നീളം വെച്ച് വലുതാകുന്നു. അപ്പൊ ഇതിനെയാണ് ഈ ജിഗാൻഡിസം എന്ന് പറയുന്നത്, ഭീമാകാരത്വം. ഇനി വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇതിന് ഉൽപാദനം കുറഞ്ഞു, വളർച്ച മുരടിച്ചു. ഉണ്ടപ്പക്രു ഇല്ലേ? അപ്പൊ പക്രു ഒക്കെ എന്ന് വെച്ചാൽ നീളം കുറവാണ് അല്ലെ. അപ്പൊ അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് നീളം കുറയുകയാണെങ്കിൽ ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതാണ് വളർച്ചാ കാലഘട്ടത്തില്. ഇതിനെ വാമനത്വം എന്ന് മലയാളത്തിലും ഡ്വാർഫിസം എന്ന് ഇംഗ്ലീഷിലും പറയും. അപ്പൊ ഈ ഡ്വാർഫിസം എന്താണ് എന്നൊക്കെ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ 2 ടേമും പഠിച്ചു വെക്കണം, ഇംഗ്ലീഷ് മലയാളം പഠിച്ചു വെക്കണം. ഡ്വാർഫിസം എന്ത്, അല്ലെങ്കിൽ വാമനത്വം എന്ത്. അപ്പോൾ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുകയാണ് വളർച്ചാ കാലഘട്ടത്തിൽ. അങ്ങനെ ഇവർ ചെറുതായി പോകുന്നു, വളർച്ച മുരടിച്ചു പോകുന്നു. ഇതാണ് ഡ്വാർഫിസം. വളർച്ചാ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ടൊക്കെ വളർന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എത്തി, ആവശ്യത്തിനുള്ള നീളവും ഒക്കെ ഉണ്ട്. എന്നാൽ സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം ഉണ്ടാവുകയാണ്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം അമിതമായിട്ട് സൊമാറ്റോട്രോപ്പിൻ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ മുഖം മൊത്തത്തിൽ അങ്ങ് നീളും, താടിയെല്ല് നീളും. കണ്ടോ? താടിയെല്ല് നീണ്ടു വരും, വിരലുകളൊക്കെ ഇങ്ങനെ നീളും, കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഉന്തി വരും. അപ്പൊ ഈ ഒരു അവസ്ഥ, ഇങ്ങനെ അസ്ഥികൾ അങ്ങോട്ട് വളരാൻ തുടങ്ങുന്നു. ഇതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോമെഗാലി എന്താന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. കൈകാലുകൾ അമിതമായി വളരുന്നു, മുഖം വളരുന്നു, താടിയെല്ലുകൾ വളരുന്നു. അപ്പൊ നമ്മുടെ കാലിലേക്ക് താടിയെല്ല്, മുഖത്തിന്റെയൊക്കെ ഇങ്ങനെ നീളം വെക്കുന്നു, കാലിലേക്ക് താടിയെല്ലുകളൊക്കെ ഇങ്ങോട്ട് വളരുന്നു. അപ്പൊ വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അമിതമാകുന്നു. ഇതാണ് അക്രോമെഗാലി. പിടികിട്ടിയോ? അപ്പോൾ അഡ്രിനോകോർട്ടികോട്രോപിക് ഹോർമോൺ കണ്ടു, പ്രൊലാക്റ്റിൻ കണ്ടു, സൊമാറ്റോട്രോപ്പിൻ കണ്ടു. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്. ശരീരത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ഹോർമോണിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഹോർമോണിന്റെ നിയന്ത്രണത്തിലാണ് ശരീരത്തിന്റെ വളർച്ച ഇരിക്കുന്നത്. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച കുറയും. ഡാർഫനിസം, ഭീമാകാരത്വം അല്ലെങ്കിൽ ജിഗാൻഡിസം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുമ്പോൾ
ഇത് കൂടുന്നു. അപ്പൊ ഡാർഫിസം കണ്ടു, ഭീമാകാരത്വം കണ്ടു, അക്രോമെഗാലി കണ്ടു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളൊരു ദയവായി കമന്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയെ കുറിച്ചാണ്. നായക ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? അപ്പോ ഇത് മുൻതളമുണ്ട്, പിന്തളമുണ്ട്, ആകൃതി പയറുവിത്താണ്. മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിന് താഴെയാണ് കാണപ്പെടുന്നത്. ഇതിന്റെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ 5 TSH, ACTH, GTH, പിന്നെ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ. ഇതിന്റെ പിന്നെ ഇത് വളർച്ച കൂടുകയാണ്. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നു, ഭീമാകാരത്വം. ഉൽപാദനം കുറഞ്ഞാൽ ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം. വാമനൻ വന്നില്ലേ, മാവേലി ചവിട്ടി താഴ്ത്തില്ലേ, വാമനൻ ചെറിയ രൂപം പ്രാപിച്ചാണ് വിഷ്ണു വരുന്നത്. പിന്നാണ് ഇങ്ങനെ നീളം വെക്കുന്നത്. അപ്പോ വിരലുകളൊക്കെ വളരുന്നു, മുഖമൊക്കെ വളരുന്നു, താടിയിലൊക്കെ വളരുന്നു. അതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. വളർച്ചാ ഹോർമോൺ പിന്നീടാണ് കൂടുന്നത്. ക്ലിയർ ആണ്? ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ട്രോപ്പിക് ഹോർമോൺ. നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ട്രോപ്പിക് ഹോർമോൺ അല്ലെ, TSH. ഇനി ACTH ഒരു ട്രോപ്പിക് ഹോർമോൺ ആയിരുന്നു. അപ്പൊ മുൻതളം വേറെ അന്തസ്രാവി ഗ്രന്ഥികളെ പ്രവർത്തിപ്പിക്കാൻ, ഉത്തേജിപ്പിക്കാനാണ് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി പിന്തളത്തിലാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉള്ളത്. പിന്തളത്തിൽ എന്തുണ്ട്? ഓക്സിറ്റോസിൻ ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്. ഹായ് രസ്ന KR, പിടികിട്ടുന്നുണ്ടോ? നീനു ക്ലിയർ അല്ലേ? ദീപ മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടോ? തൈമസ് ഗ്രന്ഥിയുടെ പോയിന്റുകൾ ഓർമ്മ വരുന്നുണ്ടോ? മെലാട്ടോണിൻ എവിടെയാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? പീനിയൽ ഗ്രന്ഥി മനസ്സിലായോ? അഡ്രിനൽ ഗ്രന്ഥി പിടികിട്ടിയോ? കോർട്ടെക്സ്, മെഡില്ല, അതിന്റെ ഹോർമോണുകൾ പിടികിട്ടിയോ? ഇപ്പൊ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് വന്നു. മുൻതളം, പിന്തളം, അതിന്റെ ഹോർമോണുകൾ, ഫങ്ഷൻസ് എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇത് ഹൈപ്പോതലാമസ് ആണ് ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. വൃക്കയില് ജലത്തിന്റെ പുനരാകിരണം സാധ്യമാക്കുന്നു. അങ്ങനെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ആളാണ് വാസോപ്രസിൻ. വാസുവണ്ണൻ വെള്ളമാണ് എന്ന് ഓർത്തു വെക്കുക. വാസുവണ്ണൻ ഭയങ്കര വെള്ളവാ, വാസുവണ്ണൻ വെള്ളവാ എന്ന് ഓർത്തു വെച്ചാൽ മതി. വാസോപ്രസിൻ ഈ ജലത്തിന്റെ പുനരാകിരണമാണ് നോക്കുന്നത്. വൃക്കയിലല്ലേ ജലം, അപ്പൊ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം സാധ്യമാക്കുന്നത്, ശരീരത്തിലെ ജലത്തിന്റെ മൊത്തത്തിൽ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിനാണ്. അപ്പൊ ഹൈപ്പോതലാമസ് ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്കിൽ നമ്മൾ ഹൈപ്പോതലാമസിലേക്ക് ഒന്ന് പോവുകയാണ്. നമുക്ക് ഹൈപ്പോതലാമസിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇവിടെ ഓക്സിറ്റോസിൻ ഉണ്ട്, വാസോപ്രസിനും ഉണ്ട്. ഓക്സിറ്റോസിൻ ഗർഭാശയ ഭിത്തിയില് മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. ഇപ്പൊ സുഖപ്രസവം നടക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഗർഭാശയ ഭിത്തിയില് മിനുസപേശികളെയൊക്കെ സങ്കോചിപ്പിച്ചുകൊണ്ട് കുഞ്ഞു പെട്ടെന്ന് ഇറങ്ങി വരുന്നു, സുഖപ്രസവം നടത്തുന്നു. അത് ഓക്സിറ്റോസിനാണ്. ഇപ്പൊ മുലപ്പാല് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൽ പായും ലായും ഉണ്ട്. പ്രൊലാക്റ്റിൻ അതാണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ മുലപ്പാല് ചുരത്താൻ ഒരു സഹായം നൽകുന്നത് ആരാണ്? ഓക്സിറ്റോസിനാണ്. പ്രസവം സഹായിക്കുന്നു, അതുപോലെ മുലപ്പാല് ചുരത്താനും സഹായിക്കുന്നു ഓക്സിറ്റോസിൻ. ഇനി വാസോപ്രസിൻ മറ്റൊരു പേരാണ് ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ, ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് ഈ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ADH ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ക്ലിയർ ആണ്? പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടി? അപ്പൊ നമ്മള് ഹൈപ്പോതലാമസിലേക്ക് വരികയാണ്. ശരീരത്തില് ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. നമുക്കറിയാം മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് അല്ലെ. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി, ആന്തര സമസ്ഥിതി പരിപാലനം ഇതൊക്കെ ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ടതാണ്. വിശപ്പ് നിയന്ത്രിക്കുന്നു, ദാഹം നിയന്ത്രിക്കുന്നു, ലൈംഗിക ആസക്തി നിയന്ത്രിക്കുന്നു. ഇതൊക്കെ ഹൈപ്പോതലാമസാണ്. ഇതുകൂടാണ്ട് ആന്തര സമസ്ഥിതി പരിപാലനം ഹൈപ്പോതലാമസാണ്.
തലാമസിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഇതൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ്. ഹൈപ്പോതലാമസ് ഒരു ഗ്രന്ഥിയാണോ എന്ന് ചോദിച്ചാൽ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ്. ഇതൊരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. മസ്തിഷ്കത്തിന്റെ ഭാഗമൊക്കെയാണ്, പക്ഷെ ഇതൊരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ആന്റിഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത് വാസോപ്രസിനെയാണ്. ADH ആന്റിഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത് വാസോപ്രസിനെയാണ്. അപ്പൊ ഈ ഒരു ഹൈപ്പോതലാമസ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയില്ലേ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി, നായക ഗ്രന്ഥി, ഇതിനെ നിയന്ത്രിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥിയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഓൾറെഡി തൈറോയ്ഡ് ഗ്രന്ഥിയെയും അഡ്രിനൽ ഗ്രന്ഥിയൊക്കെ നിയന്ത്രിക്കുന്ന, ലൈംഗിക ഹോർമോൺസിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നായക ഗ്രന്ഥിയാണ്. പലരെയും പോയിരുന്ന് നിയന്ത്രിക്കുന്നതാണ് അതിൻ്റെ ഒരു ജോലി. അതിനെ നിയന്ത്രിക്കാന്ന് വെച്ചാൽ മൊത്തത്തിൽ നിയന്ത്രിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ രാജാവാണ് ഒരു രാജ്യത്തിന്റെ അധിപൻ. അല്ലെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക് വരാം. മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിന്റെ അധിപൻ. അപ്പോ മുഖ്യമന്ത്രി കുറെ മന്ത്രിമാരെയൊക്കെ വെച്ചേക്കുവാണ് അല്ലെ. ഈ മന്ത്രിമാര് ഓരോ വിഭാഗത്തിന്റെ അധിപനാണ്. പക്ഷെ മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ആൾ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ മെയിൻ അധിപൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മറ്റേ ആള് മന്ത്രിമാർ എന്ന് പറയുന്നത്. നായക ഗ്രന്ഥിയായിരുന്നു, പക്ഷെ ഇതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരാളുണ്ട്. അപ്പൊ മെയിൻ ആൾ ആരാണ്? അന്തസ്രാവി ഗ്രന്ഥിയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് അത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ നായക ഗ്രന്ഥിയാണ്, മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. എന്നാൽ നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മസ്തിഷ്കത്തിന്റെ ഭാഗമായ ന്യൂറോ ഗ്രന്ഥിയായ ഹൈപ്പോതലാമസ് ആണ്. വിവിധതരം റിലീസിംഗ് ഹോർമോണ്, ഇൻഹിബിറ്ററി ഹോർമോണ് ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മൊത്തത്തിൽ അന്തസ്രാവി ഗ്രന്ഥിയെയും ഇത് നിയന്ത്രിക്കുന്നു. ഇതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്തളത്തിൽ നിന്നാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ വരുന്നതാണ്. ഇതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ വാസവണ്ണം വെള്ളമാണ്, വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണം, പിന്നെ മൊത്തത്തിൽ ജലത്തിനെ നിയന്ത്രിച്ച് നിലനിർത്തുന്നു അല്ലെ, ക്രമീകരിക്കുന്നു. അതൊക്കെ ചെയ്യുന്നത് വാസോപ്രസിനാണ്. വേനൽക്കാലമാണെങ്കിൽ വാസോപ്രസിൻ ഉൽപാദനം അങ്ങോട്ട് കൂടും, തണുപ്പ് കാലമാണെങ്കിൽ കുറവായിരിക്കും. അതുകൊണ്ട് വേനൽക്കാലത്ത് നമുക്ക് ഭയങ്കര ദാഹമായിരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടും. ഒരുപാട് വെള്ളം അമിതമായിട്ട് വിയർപ്പിലൂടെ ഒക്കെ നഷ്ടപ്പെടും. തണുപ്പാണെങ്കിൽ വിയർപ്പൊന്നുമില്ല, തണുപ്പാണെങ്കിൽ നമുക്ക് ദാഹം കുറവാണ് അല്ലെ. അപ്പൊ ADH ആന്റിഡയൂററ്റിക് ഹോർമോൺ. ഇനി ഈ ആന്റിഡയൂററ്റിക് ഹോർമോൺ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയാണ്. വാസോപ്രസിന്റെ ഉൽപാദനം അങ്ങ് കുറഞ്ഞു. അതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. വാസോപ്രസിന്റെ ഉൽപാദനം കുറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനെ ക്രമമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതിനെ ഇൻസിപ്പിഡസ് എന്നാണ് പറയുന്നത്. ഡയബറ്റിക് മെലിറ്റസ് ഉണ്ട്. ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത് പ്രമേഹമാണ്. ഇൻസുലിന്റെ കുറവാണ് പ്രമേഹത്തിന് കാരണം. എന്നാൽ ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ് പറയുന്നത്. ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് നമ്മളുടെ വെള്ളം, ശരീരത്തിലെ വെള്ളം മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഗർഭപാത്രത്തിന്റെ സങ്കോചം, പ്രസവം സുഗമമാക്കുന്നത് ആരാ? ഓക്സിറ്റോസിനാണ് അല്ലെ. ഇനി ആന്തര സമസ്ഥിതി പരിപാലനം ചെയ്യുന്ന ഹൈപ്പോതലാമസ് ആണ്. ജന്തുക്കളുടെ നാഡീവ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ ഒത്തുചേരലാണ് ആന്തര സമസ്ഥിതി. നമ്മൾ ഒത്തുചേരുന്ന ഒരു പ്രവർത്തനം കണ്ടില്ലേ? സിമ്പതരി വ്യവസ്ഥ വരുമ്പോൾ അന്തസ്രാവി വ്യവസ്ഥയും നാഡീവ്യവസ്ഥയും കൂടെ ഒത്തുചേരത്തില്ലേ? ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതി നിലനിർത്തുന്നത് രാസസന്ദേശങ്ങൾ വഴിയാണ്. ഹോർമോണുകളാണ് ഈ ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതിയൊക്കെ നിയന്ത്രിക്കുന്നത്. ഹോർമോൺ എന്ന രാസസന്ദേശമാണ്. ഇനി നോക്കിയ ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുണ്ടളം ഉത്തേജിപ്പിക്കപ്പെട്ടത് ട്രോപ്പിക് ഹോർമോണുകൾ ഏതൊക്കെയാ? TSH ഉണ്ട്, ACTH ഉണ്ട്, GTH ഉണ്ട്. പിന്നെയും ഉണ്ടല്ലോ, നമ്മൾ രണ്ടെണ്ണം കൂടെ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? പ്രോലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ. ഇനി ഇതിന്റെ പിന്തളം, മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനത്തെ തടയുന്നുണ്ട് ഇൻഹിബിറ്ററി ഹോർമോൺ. ഹൈപ്പോതലാമസിൽ ഒരു ഇൻഹിബിറ്ററി ഹോർമോൺ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മുൻതളത്തിന്റെ ഉൽപാദനം ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്. റിലീസിങ് ഹോർമോൺ ആണ് ഇതിന്റെ
മുൻതളത്തിന്റെ ഉൽപാദനമൊക്കെ ഉത്തേജിപ്പിക്കുന്നത്. റിലീസിങ്, ഹൈപ്പോതലാമസിലെ റിലീസിങ് ഹോർമോൺ ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോൺ ഉൽപാദനത്തെ തടയുന്നുണ്ട്. അത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. ഇനി രക്തത്തിൽ ജലത്തിന്റെ സാധാരണ അളവ് കൂടുന്നു. ജലത്തിന്റെ അളവ് ഇങ്ങനെ കൂടുകയാണ്. അപ്പൊ വാസോപ്രസിൻ ഉൽപാദനം കുറയും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയും. വൃക്കയില് പുനരാകരണം എന്ത് ചെയ്യും? കുറയും. കാരണം കൂടുതൽ വെള്ളം അങ്ങോട്ട് വേണ്ടാലോ. രക്തത്തിൽ ഓൾറെഡി വെള്ളം കൂടുതലാണ്. അപ്പൊ പിന്നെ കൂടുതൽ വെള്ളം വൃക്കയിൽ നിന്ന് പുനരാവിഷ്കരിച്ച് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണോ? വേണ്ട. അപ്പോ വൃക്കയിൽ തോനെ വെള്ളമാണെങ്കിൽ വൃക്ക അതെടുത്ത് കളയത്തില്ലേ വെള്ളം? അപ്പൊ മൂത്രത്തിന്റെ അളവ് കൂടും. അപ്പൊ രക്തത്തിൽ ജലത്തിന്റെ അളവ് കൂടിയാൽ വാസോപ്രസിൻ ഉൽപാദനം കുറയ്ക്കും. അപ്പൊ കൂടുതൽ വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ച് കൊണ്ടുപോയി വൃക്കയിൽ നിന്ന് രക്തത്തിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ വൃക്കയിൽ അമിതമായ വെള്ളമുണ്ട്, ഈ വെള്ളം എല്ലാം പുറത്ത് കളയും, മൂത്രത്തിന്റെ അളവ് അങ്ങ് കൂടും. രക്തത്തിലെ സാധാരണ അളവ് കുറഞ്ഞാൽ വാസോപ്രസിൻ ഉൽപാദനം കൂട്ടും. അപ്പൊ വൃക്കയിലെ ജലത്തിനെ മാക്സിമം പുനരാകരണം ചെയ്ത് ഉള്ള വെള്ളം കൂടെ കൊണ്ടുപോയി രക്തത്തിൽ കൊടുക്കും. അപ്പൊ മൂത്രത്തിന്റെ അളവ് കുറയും. ഇതാണ് തണുപ്പ് കാലത്തും വെയിൽ കാലഘട്ടത്തിലും നടക്കുന്നത്. രക്തത്തില് ജലത്തിന്റെ അളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? രക്തത്തിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടെങ്കിൽ വാസോപ്രസിൻ ഉൽപാദനം കുറയും. വാസോപ്രസിന് പിന്നെ വലിയ പണിയൊന്നുമില്ല. വൃക്കയെ പോയിരുന്ന് അരിച്ച് വെള്ളം എടുത്ത് കൊണ്ടുപോയി രക്തത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. വാസോപ്രസിൻ അവിടെ കിടന്ന് ഉറങ്ങി. വാസോപ്രസിന് വലിയ പ്രവർത്തനമൊന്നുമില്ല. രക്തത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ വാസോപ്രസിൻ ചാടി എണീറ്റ് ഓടിപ്പോയെന്ന് വൃക്കയിലെടുത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി രക്തത്തിൽ കൊണ്ട് കൊടുക്കും. അതാണ് വാസോപ്രസിൻ. ഓക്കെയാണ്. ഇതാണ് പരിപാടി. രക്തത്തിലെ സാധാരണ അളവുണ്ട് വെള്ളം. ഇനി വെള്ളം അങ്ങോട്ട് കൂടിയ വാസോപ്രസിൻ എന്ത് ചെയ്യും? ഉൽപാദനം കുറയും. ജലത്തിന് കറക്റ്റ് ആക്കി വെക്കും. മൂത്രത്തിന്റെ അളവ് കൂടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണ് ജലത്തെ ഇത് ക്രമീകരിച്ച് നിലനിർത്തുന്നത്. വേനൽക്കാലത്ത് വാസോപ്രസിൻ ഉൽപാദനം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം കുടിക്കുകയും ധാരാളം നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നത്? മുള്ളിയൊക്കെ ചെയ്യുന്നത്. ഇനി മഴക്കാലത്ത് തണുപ്പ് കാലത്തൊക്കെ ഇതിന്റെ ഉൽപാദനം കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളം നമ്മൾ അധികം കുടിക്കുന്നില്ല. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണെന്ന് പിടികിട്ടിയോ? എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പം വൃക്കയിലെ ജലത്തിന്റെ പുനരാകരണം കുറയുകയും കൂടുതൽ വെള്ളം മൂത്രരൂപത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ വാസോപ്രസിന്റെ ഉൽപാദനം ഇവിടെ കുറയുകയാണ്. അതുകൊണ്ടാണ് വെള്ളം കൂടുതലായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കൂടെ മൂത്രം ഒഴിക്കുന്നതും കൂടിയ ദാഹവും ഓവറായിട്ടുള്ള ദാഹവും ഡയബറ്റിസ് ഇൻസിപ്പിഡസിന്റെ ലക്ഷണങ്ങളാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്? തൈമസ് ഗ്രന്ഥി, യുവത്വ ഹോർമോൺ, തൈമോസിൻ, ലിംഫോസൈറ്റ് പാകപ്പെടുത്തുന്നു. ടി ലിംഫോസൈറ്റ് ഓർക്കുക മാറലിന് താഴെയാണ്, പിന്നിലാണ്. അഡ്രിനൽ ഗ്രന്ഥി, കോർട്ടെക്സ് ഉണ്ട്, മെഡില്ലയുണ്ട്. കോർട്ടെക്സ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. കോർട്ടിസോൾ തന്നെ മാംസ്യം, കൊഴുപ്പ്, ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, ശരീരത്തിലെ വീക്കം, അലർജി. എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ, ഇതെല്ലാം പഠിച്ചു. പിന്നെ സർജിക്കൽ ഹോർമോൺ, അടിയന്തര ഹോർമോൺ, ഇതൊക്കെ കണ്ടു. ക്ലിയർ ആണോ? ഗ്രലിന, ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ കണ്ടു, ജൈവഘടികാരം, പീനിയൽ ഗ്രന്ഥി കണ്ടു, മെലാറ്റോണിൻ കണ്ടു, ബയോളജിക്കൽ ക്ലോക്ക് ചെറിയ ഗ്രന്ഥിയാണ് എന്ന് പഠിച്ചു, ഉറക്കം, മെലാറ്റോണിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി നായക ഗ്രന്ഥിയാണ്, പീയൂഷ ഗ്രന്ഥിയാണ്, ഹൈപ്പോതലാമസിന് താഴെയാണ്, പൈറുവേറ്റിന്റെ ഷേപ്പാണ്. മുൻതളം 5 എണ്ണം, പിന്തളം 2 എണ്ണം, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, TSH, ACTH, GTH, വളർച്ചാ ഹോർമോൺ, സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ. ഭീമാകാരത്വം, വാമനത്വം, അക്രോമെഗാലി പഠിച്ചു. പിന്നെ നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്താണ്? ഹൈപ്പോതലാമസ്, വാസോപ്രസിൻ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്. ജലപുനരാകിരണം, ജലത്തെ ക്രമമായി നിലനിർത്തുന്നു. ഓക്സിറ്റോസിൻ പ്രസവം സുഗമമാക്കുന്നു, പാല് ചുരത്താൻ സഹായിക്കുന്നു. പിന്നെ ആന്തര സമസ്ഥിതി എന്താണ് എന്ന് കണ്ടു. രക്തത്തിൽ എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ദയവായിട്ട് ഇന്ന് തന്നെ ഈ PDF ഒന്ന് വായിക്കുക. ക്ലാസ് എല്ലാവർക്കും പിടികിട്ടിയോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ.
ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നിർത്തുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്കിനി പറയാനുള്ളൂ. ലൈംഗിക ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, അതിനെക്കുറിച്ച് മാത്രമേ നമുക്കിനി സംസാരിക്കാനുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തു. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.